മഹാഗാന്ധാരം എന്ന വിശ്ലേഷണത്തിന്റെ രണ്ടാമത്തെ ഭാഗം. തന്റെ മകന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും അധർമ്മമായിരുന്നു എന്ന് ആ മാതാവിന് അറിയാമായിരുന്നു. അതിനാലാണ് ധർമ്മമേ ജയിക്കൂ എന്ന് പറഞ്ഞ് ആശീർവദിച്ചത്. കഥ ഇങ്ങനെ അവസാനിച്ചിരുന്നു എങ്കിൽ ധർമ്മത്തിന്റെ മൂർത്തിവത് ഭാവമായി ഗാന്ധാരി വാഴ്ത്തപ്പെടുമായിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും നിഷ്ഠൂരയായ മാതാവ് എന്ന ഒരിക്കലും മായാത്ത കളങ്കം ഗാന്ധാരിയുടെ മേൽ വീഴുമായിരുന്നു. ഗാന്ധാരിയുടെ മനസ്സിൽ രാഷ്ട്രധർമ്മവും മാതൃധർമ്മവും തമ്മിൽ ഒരു വടംവലി തന്നെ നടന്നിരിക്കണം. ഭൂമിദേവിയെ ലക്ഷ്മിയുടെ പര്യായമായിട്ടാണ് കാണുന്നത്. മാതാവിനും അതേ സ്ഥാനമാണുള്ളത്. പുത്രന്റെ എല്ലാ അപരാധവും ക്ഷമിക്കുവാൻ കഴിയുന്നത് മാതാവിന് മാത്രമാണ്. അമ്മയുടെ മഹത്വത്തെ വെളിവാക്കുന്ന ഒരു ഗ്രീക്ക് കഥയുണ്ട്. കുടിലതയും ദുഷ്ടയുമായ ഒരു സുന്ദരിയിൽ അനുരക്തയായ മകൻ സർവസ്വവും അവൾക്ക് സമർപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇനിയും നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ ആജ്ഞാപിച്ചു, നിന്റെ മാതാവിന്റെ ശിരസ്സെടുത്ത് എനിക്ക് സമർപ്പിക്കൂ എന്ന്. കാമുകയിൽ ഭ്രാന്തമായ ആസക്തിയാൽ അയാൾ ഓടി അമ്മയുടെ ശിരസ്സെടുത്ത് താലത്തിൽ വെച്ച് തിരിഞ്ഞോടി കാമുകിയുടെ സമീപത്തിലേക്ക് ഗമിക്കവേ അയാളുടെ കാൽ തട്ടി വീണു. ശിരസ് താലത്തിൽ നിന്ന് തെറിച്ചുപോയി. പെട്ടെന്ന് മാതൃശിരസിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു, മകനെ, നിനക്ക് വല്ലതും പറ്റിയോ? ഇതാണ് മാതാവിന് സമാനമായി ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ നമ്മുടെ നാട്ടിലും. അവിടെയും മാതാവാണ് മുൻപന്തി. ഈ കഥ ഞാൻ കേട്ടിട്ടുള്ളത് കേരള RSSന്റെ പ്രാന്ത പ്രചാരകായിരുന്ന സ്വർഗീയ ഹരിയേട്ടന്റെ നാവിൽ നിന്നാണ്. ഒരിക്കൽ പ്രചാരകന്മാരുടെ ബൈഠക്കിൽ സ്വയം സേവകർ സ്നേഹപുരസരം ഹരിയേട്ടൻ എന്ന് വിളിക്കുന്ന മാനനീയ രംഗ ഹരിയിൽ നിന്നാണ്. ധർമ്മിഷ്ഠയായ മാതാവ് മാതൃത്വത്തിന് കളങ്കമായി ഭവിക്കുമോ? ഗാന്ധാരിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനുണ്ടായില്ല. മകന്റെ ആവശ്യം നിരസിച്ചു. എന്നാൽ മാതാവ് പറഞ്ഞു, മകനെ, നിനക്ക് ഞാൻ ഒരാശീർവാദം നൽകാം. ഞാൻ പറയുന്ന പ്രകാരം നീ ചെയ്താൽ നാളത്തെ യുദ്ധത്തിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും. തൻ്റെ യഥോധർമ്മ സദോജ എന്നുള്ള അനുഗ്രഹം മാറ്റുവാൻ ആ മാതാവ് തയ്യാറായില്ല. പക്ഷേ ആ മാതാവ് മകനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മകനെ, ഞാൻ പറയുന്ന പ്രകാരം നീ ചെയ്താൽ നാളത്തെ യുദ്ധത്തിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും. നാളത്തെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി സ്നാനാദികൾ കഴിഞ്ഞ് പൂർണ്ണ നഗ്നയായി എൻ്റെ മുൻപിൽ വരണം. അങ്ങനെ വന്നാൽ നാളത്തെ യുദ്ധത്തിൽ നീ വിജയശ്രീലാളിതനാകും. തീർച്ച. വിജയത്തിനുള്ള ആകാംക്ഷ കാരണം ദുര്യോധനൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ തിരിഞ്ഞു നടന്നു. അടുത്ത ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപായി തന്നെ സ്നാനം കഴിഞ്ഞ് പൂർണ്ണ നഗ്നനായി മാതാവിന്റെ മകലിനെ ലക്ഷ്യമാക്കി നടന്നു. അല്പം നടന്നപ്പോൾ വഴിയിൽ ആരോ ഒരാൾ നിൽക്കുന്നു. മുന്നോട്ട് നടന്നപ്പോൾ രൂപം വ്യക്തമായി തുടങ്ങി. മറ്റാരുമല്ല, യശോദാനന്ദനൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. താൻ ഒഴിച്ചുള്ള സകല സൈന്യ സന്നാഹങ്ങളും ദുര്യോധന വിട്ടുകൊടുത്ത ആൾ. കണ്ട മാത്രയിൽ ശ്രീകൃഷ്ണൻ കളിയാക്കി, അയ്യോ, ഇതെന്തൊരു വേഷം! മാതൃസവിധത്തിലേക്കാണല്ലോ യാത്ര. ദുര്യോധനൻ പറഞ്ഞൊപ്പിച്ചു, അമ്മ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ്. എന്നാലും കഷ്ടം തന്നെ. പുത്രനാണെന്നാലും പ്രായപൂർത്തിയായ പുരുഷൻ സ്വന്തം മാതാവിന്റെ മുൻപിൽ നഗ്നയായി ചെന്നുകൂടാ. മഹാപാപമാണ്. തുടയെങ്കിലും മറച്ചുകൊള്ളൂ. തന്റെ അംഗവസ്ത്രം നീട്ടിക്കൊടുത്തു. അല്പൻ ജാള്യതയോടെ ദുര്യോധനൻ അത് വാങ്ങി തുട മറച്ചു. രണ്ടുപേരും വിരുദ്ധ ദിശകളിലേക്ക് നടന്നകന്നു. ദുര്യോധനൻ മാതൃസവിധത്തിലെത്തി. ഗാന്ധാരി മാതാവ് മകനെ കാത്തിരിക്കുകയായിരുന്നു.
നീ ഞാൻ പറഞ്ഞതുപോലെയാണോ വന്നിരിക്കുന്നത്? അതേ എന്ന് മറുപടിയും വന്നു. ഭാരിച്ച ഹൃദയത്തോടെ ആ മാതാവ് തന്റെ കൺകെട്ടുകൾ പതുക്കെ അടിച്ചു മാറ്റി. ദുര്യോധനെ നോക്കിയ മാത്രയിൽ ഒരു വിലാപം മാതിരി ഗാന്ധാരി പുലമ്പി. അയ്യോ മകനെ ചതിച്ചോ, അയ്യോ മകനെ ചതിച്ചോ, നീ വഴിയിൽ കൃഷ്ണനെ കണ്ടുവോ? കണ്ടു. കൃഷ്ണൻ പറഞ്ഞതിന് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. ആ സ്വാതി സ്തബ്ധയായി നിന്നുപോയി. ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ദുര്യോധനൻ ഒന്ന് മനസ്സിലാക്കി. താൻ 1000 മടങ്ങ് ബലവാനായി മാറിയിരിക്കുന്നു. തുടയൊഴിച്ച് ബാക്കി ഭാഗങ്ങളെല്ലാം കാര്യം പോലെ ബലമുള്ളതായിരിക്കുന്നു. തന്നെ വരിക്കാൻ പോകുന്ന പുരുഷൻ അന്ധനാണെന്നറിഞ്ഞ മാത്രയിൽ തന്റെ കണ്ണു മൂടിക്കെട്ടിയതാണ്. ഭർത്താവിന് കാണാൻ കഴിയാത്തതൊന്നും തനിക്കും കാണണ്ട എന്നവൾ തീരുമാനിച്ചു എന്നാണ് കഥ. പക്ഷേ എന്റെ പക്ഷം അല്പം വ്യത്യാസപ്പെട്ടതാണ്. അന്ധനായ സഹോദരപുത്രനും കണ്ണു തേടിയെത്തിയ അഹങ്കാരിയായ ഭീഷ്മരോടുള്ള പ്രതിഷേധം കൂടിയായിരുന്നു ഗാന്ധാരിയുടെ ഈ കണ്ണുമൂടിക്കെട്ടൽ. കണ്ണില്ലാത്ത ധൃതരാഷ്ട്രർക്ക് കണ്ണില്ലാത്ത ഒരു യുവതിയെയാണ് കിട്ടിയത്. ഗാന്ധാരിക്ക് പറ്റിയ ഈ വീഴ്ച പിന്നീട് തന്റെ ജീവിതത്തിലെ മഹത്വം ബൃഹത്വമായ ഒരു തപോനിഷ്ഠയാക്കി മാറ്റി. ഗാന്ധാരി അജയ്യനായ ഭീഷ്മരുടെ മുൻപിൽ ഗാന്ധാര രാജന് സഹായത്തിന് തന്റെ വൃതബദ്ധയായ നിസ്സഹായത മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വസഹോദരപുത്രന് കണ്ണു തേടിപ്പോയതായിരുന്നു ഭീഷ്മർ. അന്ധനായ വിചിത്രവീര്യപുത്രനായ ധൃതരാഷ്ട്രർക്ക് ഒരു കണ്ണു തേടിപ്പോയതായിരുന്നു ഭീഷ്മർ. കിട്ടിയതോ മറ്റൊരു അന്ധതയും. ഗാന്ധാരി മാനുഷികമായ എല്ലാ വിചാരങ്ങളുമുള്ള ഒരു യുവ രാജകുമാരിയായിരുന്നു. അതിനാണല്ലോ ഈ പതനമുണ്ടായത്. ഗാന്ധാര രാജധാനിയിലെ സ്വയം കണ്ണുമൂടിക്കെട്ടിയ വധുവായ ഗാന്ധാരിയും ഹസ്തിനപുരിയിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ള ഗാന്ധാരിയും തമ്മിലുള്ള ദൂരം പ്രായത്തിലല്ല, ധാർമ്മികതയിൽ അനവധി കാതങ്ങളാണ്. അന്ധതയുടെ ഈ വ്രതം ഒരു തപോനിഷ്ഠയാക്കി മാറ്റിയിരുന്നു ഗാന്ധാരി. ഈ തപോനിഷ്ഠയാണ് ശ്രീകൃഷ്ണനെയും ശപിക്കുവാൻ പ്രാപ്തിയാക്കി മാറ്റിയത്. വൈരനിര്യാതന ബുദ്ധിയുള്ള സാധാരണയായ ഗാന്ധാരിയെ സാധാരണ എന്ന് പറഞ്ഞ മാനുഷിക വികാരങ്ങളുടെ കാര്യത്തിൽ മാത്രം ആഢ്യത്വത്തിന്റെ ഗുണങ്ങളായ അഹങ്കാരവും ദർപ്പവും മറ്റും അല്പം കൂടുമെന്നല്ലാതെ കുറയാൻ കാരണമില്ലല്ലോ. അങ്ങനെയുള്ള ഗാന്ധാരപുത്രിയെ ശ്രീകൃഷ്ണനെ ശപിക്കുവാൻ തക്ക ശേഷിയുള്ള യോഗിനിയാക്കി തീർത്തത് ആരായിരിക്കാം? എന്തു വികാരമായിരിക്കാം? അത് കുന്തിയല്ലാതെ മറ്റാരുമല്ല. കുന്തിയോ? വിവാഹപൂർവ്വ ബന്ധത്തിൽ ഉണ്ടായ ശിശുവിനെ നിഷ്കരണം നദിയിൽ വലിച്ചെറിഞ്ഞ കുന്തിയോ? അതെ, കുന്തി തന്നെ. ജീവിതത്തിൽ യൗവനത്തുരിപ്പിൽ ആകാംക്ഷയുടെ നിറവിൽ നിമിഷങ്ങളിൽ തനിക്ക് പറ്റിയ ആ പിഴവ് ജീവിതം മുഴുവൻ ദുഃഖിക്കേണ്ടി വന്ന കുന്തി. എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിലും ദുഃഖത്തിന്റെയും ത്യാഗത്തിന്റെയും പാനപാത്രം സ്വയം ഭരിച്ച കുന്തി. ആരാണ് കുന്തി? ശൂരസേനന്റെ പുത്രി, വസുദേവന്റെ സഹോദരി, ശ്രീകൃഷ്ണന്റെ അപ്പച്ചി. അതാണ് കുന്തി. ശൂരസേനന്റെ സുഹൃത്തായിരുന്ന കുന്തിഭോജന് ചെറുപ്പത്തിലെ അബ്ദത്ത് കൊടുത്ത തികച്ചും അപരിചിതമായ സാഹചര്യത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ഹതഭാഗ്യം. അതാണ് പൃഥ എന്ന കുന്തി.